രാവിലെ തന്നെ അങ്ങനെ ഒരു ഫുഡിൻ്റെ പരിപാടി ചെയ്യാമെന്ന് കരുതി ഗൈസ്. ചിക്കൻ ദേ ബിസ്മിന്നിങ്ങനെ റെഡിയായിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ്. കഴുകി വാരി വൃത്തിയാക്കി അടുത്ത പരിപാടികളൊക്കെ ഓരോന്നായി ചെയ്യാം. മഞ്ഞൾ, ഇഞ്ചി, മുളകും ഒക്കെ ഇടാം. പാചകം ഒരു കലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്പം കോൺഫ്ലോറൊക്കെ ഇട്ട് ഒരു നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞൊന്ന് സെറ്റാക്കി എടുക്കും ഇടയ്ക്ക്. പക്ഷേ നമുക്ക് പറ്റില്ലാതെ ഇരിക്കുമ്പോൾ ഇതൊരു കൊലയായിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാൻ നല്ല മൂഡിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡയറ്റ് ഒക്കെ ചെയ്യുന്ന കാരണം ചിക്കൻ പൊരിക്കരുത് എന്നാണ്. എന്നാലും ഇവിടെ എല്ലാവർക്കും പൊരിച്ച് തിന്നുന്ന കാരണം ഞാൻ ശകലം പൊരിക്കുകയൊക്കെ ചെയ്യും. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കണമല്ലോ. അത്യാവശ്യം ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ ഒരു ചെറിയ തണ്ണിമത്തനൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെറിയ സാലഡും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ഇപ്പോഴേ റെഡി. പപ്പടമൊക്കെ ഒരു മിനിമലിസ്റ്റിക്കായിട്ട് ഞാൻ കൂട്ടാറുള്ളൂ. അമ്മ കൊണ്ടു തന്ന ചേമ്പ് പുഴുങ്ങിയതാട്ടോ ഇത്. പയറ് സാധനങ്ങൾ, അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ചെറുതായിട്ട് ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നു ഗൈസ്. എന്താണെന്നറിയില്ല, ടേബിളിൽ ഫുഡ് വന്നപ്പോഴത്തേക്കും വയറ് ചിഹ്നം പിടിക്കാൻ തുടങ്ങി. റൂബി ആണെങ്കിലോ അവിടെ പോയി റൂബിയുടെ കാർ ഷോറൂം നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെക്കലൊക്കെ ഞാനാണെങ്കിലും വിളമ്പലും കഴുകലും ഒക്കെ റൂബിയാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണമല്ലോ. അതാണ് ലൈഫ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഓക്കെ.